ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയുള്ളവരും, അല്പസമയത്തേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന് കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് പറയുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ മാനസാന്തരം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് ബൈബിൾ ബോധ്യപ്പെടുത്തുകയാണ്. യേശു കർത്താവ് നമ്മോട് അറിയിക്കുന്നത്. മാനസാന്തരം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹപ്പെട്ട സമയങ്ങളാണ്. നമ്മ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അനേക സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ്. അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ നമ്മളെ തേടിയെത്തും. എന്നാൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ ജയിക്കുവാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മാനസാന്തരമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടം നമുക്ക് നൽകും. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന്. അപ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമായി തീരും. തലമുറകൾക്ക് അതനുഗ്രഹമായി തീരും. അതാണ് ദൈവം മാനസാന്തരപ്പെടുവിനെന്ന് ലോകത്തോട് അറിയിച്ചത്. അല്പസമയം നിങ്ങളുമായി സംസാരിക്കുവാൻ തിരുവചനത്തിൽ നിന്ന് 2-3 വേദഭാഗങ്ങൾ മാത്രം എടുക്കും. ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകന്റെ 2-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനും വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്ന്. അപ്പോൾ മനുഷ്യന്റെ മനസ്സ് ചിലപ്പോഴൊക്കെ അഹങ്കരിക്കാം. ആ അഹങ്കാരം മനുഷ്യനെ പലപ്പോഴും നല്ല ഏറ്റവും അധികം പരാജയപ്പെടുത്തുകയും നിന്ദിക്കപ്പെടുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യന്റെ അഹങ്കാരം അവനെ എത്തും. അത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അനേകം മഹാരഥന്മാർ അഹങ്കരിച്ചിട്ട് നശിച്ചു പോയതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പറയുന്നു, അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ച് ഇരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഇപ്പോൾ അഹങ്കാരം കൊണ്ടുവരുന്നത് നമ്മളെ നശിപ്പിക്കുവാൻ ശത്രുവായവൻ നമ്മളിലേക്ക് ചിന്തകൾ, ഓർമ്മകൾ, അതുപോലെ തന്നെ ദൈവം തന്ന നമ്മുടെ കഴിവുകളെ ഒക്കെ അഹങ്കാരമായി മാറ്റുമ്പോഴാണ് മനുഷ്യൻ അതിൽ തന്നെ നശിച്ചു പോകുകയും ഒന്നുമല്ലാതായി തീരുകയും. എന്നാൽ നീതിമാനോ അപ്രകാരമല്ല, വിശ്വാസത്താൽ ജീവിക്കുന്നു, ജീവിച്ചിരിക്കും എന്നുള്ളത്. അപ്പോൾ ദൈവമാണ് എനിക്ക് കഴിവ് തന്നത്, ദൈവമാണ് എന്നെ ഇത്രയും ഉയർത്തിയത്, ദൈവമാണ് എനിക്ക് ഇത്രയും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെയും തന്നത്, ദൈവമാണ് എന്നെ നടത്തുന്നത്, എന്റെ തലമുറകളെ നടത്തുന്നത്, അനുഗ്രഹിക്കുന്നത് ഒക്കെ എന്നുള്ള ഒരു ചിന്ത, ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു താഴ്മ ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, അത് നീതിമാനായ ഒരു മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ഒരു നീതി പ്രവർത്തി നമുക്ക് ചെയ്യണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് നീതിമാനാകുവാനോ നീതി പ്രവർത്തികൾ ചെയ്യുവാനോ കഴിയുകയുള്ളൂ.
അബ്രഹാമിന്റെ ജീവിതം പഴയ നിയമം പഠിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ദൈവം അബ്രഹാമിന് നീതിയായി കണക്കിട്ടത് എന്ന് പറയും. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി തന്നെ കൊള്ളും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന്. ദൈവത്തിന്റെ നീതി വിശ്വാസം, അപ്പോൾ അത് ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടും. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ നല്ല വിശ്വാസം ആയി തീരുവാനും നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പുള്ളതായി കാണുവാനും തീരുവാനും ദൈവത്തിൽ നിന്ന് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കുകയും ചെയ്യേണ്ടതിന് ദൈവമാണ് എനിക്ക് തന്നെ തന്നിരിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കേണ്ടതുണ്ട്. ശലോമോൻ എന്ന് പറയുന്ന രാജാവ് ദൈവം ചോദിച്ചു, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന്. കാരണം ഇസ്രായേലിന്റെ രാജാവ്, ആ രാജാവ് ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് നിന്റെ ജനത്തെ നയിക്കുവാനുള്ള ബുദ്ധി തരണം. സമ്പത്ത് വേണമെന്നല്ല, ധനം വേണമെന്നല്ല, ആയുസോ ആരോഗ്യമോ അതൊന്നുമല്ല ചോദിച്ചത്. നിന്റെ ജനത്തെ ഭരിക്കുവാൻ, അവരെ നയിക്കുവാനുള്ള ബുദ്ധി എനിക്ക് നൽകണമെന്നാണ് ശലോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത്. അതാണ് വെളിപ്പെടുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് റോമാലേഖനം 1-ന്റെ 17 ഇവിടെ കാണുവാൻ കഴിയും. 1 പത്രോസ് 1-18-19 പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. അപ്പോൾ പിതാക്കന്മാരുടെ പാരമ്പര്യം അനുസരിക്കുക എന്ന് പറയുന്നാൽ അവരാരും ദൈവത്തിൽ അത്ര ഉറച്ചു വിശ്വസിച്ചിരുന്നവർ അനേകരൊന്നുമില്ല എന്നുള്ളത് കാണുവാൻ കഴിയുന്നുള്ളതാണ്. ഇവിടെ പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്, അവരുടെ നടപ്പ് വളരെ മോശമായിരുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, അവരെ ആ ചള്ള നടപ്പിൽ നിന്ന്, ദുർനടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നും വെള്ളിയും ഒന്നും തൂക്കിക്കൊടുത്തതിന് ശേഷമോ എണ്ണിക്കൊടുത്തതിന് ശേഷമോ അല്ല. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പൊന്നും വെള്ളിയുമൊക്കെ അഴിഞ്ഞു പോകും. മനുഷ്യൻ ഇതൊക്കെയും ഉപേക്ഷിച്ച് കളയുന്ന കാലം നമുക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ മനുഷ്യൻ വലിച്ചെറിയുന്ന ഒരു കാലം അടുത്തു വന്നിരിക്കുകയാണ്. കാരണം ഈ സമ്പത്ത് കൊണ്ടൊന്നും മനുഷ്യന് സമാധാനം ലഭിക്കുകയില്ല, അവന് സന്തോഷമുണ്ടാകുകയില്ല, അവൻ ആരെയും സ്നേഹിക്കുവാനും കഴിയുകയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. അപ്പോൾ പ്രിയമുള്ളവരിൽ, യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് മാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു യാഗമായി തീർന്നത്. അത് മറ്റാർക്കും കഴിയുകയില്ല. യേശു തന്റെ ജീവനെ മാനവരാശിയുടെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, മുഴുവൻ മനുഷ്യരും ദൈവത്തോട് കൂടെ വസിക്കേണ്ടതിനു വേണ്ടി, ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി, എല്ലാവരും ദൈവിക ഭവനത്തിൽ ദൈവത്തിന്റെ സന്തതികളായ, ദൈവത്തിന്റെ സഹോദരങ്ങളായി ഇരിക്കുവാൻ വേണ്ടി, ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ടത് ആണിവിടെ പറയുന്നത്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന്. യേശുവിന്റെ നിഷ്കളങ്കത നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു.
ഒരാട്ടിൻകുട്ടിയോടാണ് യേശുവിനെ ഉപമിച്ചിരിക്കുന്നത്. ഒരാട്ടിൻകുട്ടിയെ സംബന്ധിച്ച് അത് നിഷ്കളങ്കമായ ഒരു ജീവിയാണ്. അതുപോലെ തന്നെയായിരുന്നു യേശുകുമാരോടും ഒരു ദോഷവും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നന്മ മാത്രം ചെയ്തു. എല്ലാവരെയും നന്മയ്ക്കായി അനുഗ്രഹിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ എല്ലാവരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ യാഗമായി തീരുകയും ചെയ്തു. മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി യേശു വീണ്ടും വരും. ആ വരവിനായി നാം ഒരുങ്ങിയിരിക്കണമേ എന്ന അപേക്ഷയോടെ എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.